All of you, good morning. Welcome to our accountancy class. In the previous class, we discussed about accounts from incomplete records. What is incomplete records? An account system which is not based on double entry system is known as incomplete record or single entry system. അതായത് ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യാത്ത അക്കൗണ്ടിംഗ് സിസ്റ്റത്തെ പറയുന്ന പേരാണ് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ്. അതിനെ പറയുന്ന മറ്റൊരു പേരാണ് സിംഗിൾ എൻട്രി സിസ്റ്റം. ഇൻ ദിസ് ക്ലാസ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് അസർടൈൻമെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിൽ പ്രോഫിറ്റ് ഓർ ലോസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. Mainly there are two methods are used to calculate profit or loss. They are first one statement of affairs method or അതിനെ പറയുന്ന മറ്റൊരു പേരാണ് capital comparison method. Second one conversion method. Incomplete recordsൽ പ്രോഫിറ്റ് ഓർ ലോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ മെയിനായിട്ട് രണ്ട് മെത്തേഡുകളാണ് യൂസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ്സ്, സെക്കൻഡ് വൺ കൺവേർഷൻ മെത്തേഡ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ്. അണ്ടർ ദിസ് മെത്തേഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ആസ് അറ്റ് ദ ബിഗിനിങ് ആൻഡ് എൻഡ് ഓഫ് ദ റെലവൻറ്റ് അക്കൗണ്ടിംഗ് പീരിയഡ് ആർ പ്രിപ്പയർഡ് to ascertain the amount of change in the capital during the period. അതായത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് പ്രകാരം ഏത് വർഷത്തെ അസറ്റും ലയബിലിറ്റി ആണോ തന്നിട്ടുള്ളത്, ആ തന്നിട്ടുള്ള ബിഗിനിങ് ആണോ എൻഡ് ആണോ, അത് ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും. ബിഗിനിങ്ങിലെയും എൻഡിലെയും അസറ്റ്സും ലയബിലിറ്റിയും കമ്പയർ ചെയ്ത് ക്യാപിറ്റൽ കണ്ടെത്തുന്നതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് പ്രകാരം പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ അതിനു മുന്നേ ബിസിനസ്സിൻ്റെ ക്യാപിറ്റൽ കണ്ടെത്തണം. അത് ചിലപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടെത്തേണ്ടി വരും, അല്ലെങ്കിൽ ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടെത്തേണ്ടി വരും. ഇനി ചില സിറ്റുവേഷനിൽ രണ്ട് ക്യാപിറ്റലും കണ്ടെത്തേണ്ടി വരും. അതായത് ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും കണ്ടെത്തേണ്ടതായിട്ട് വരും. അതിനുള്ള ഇൻഫോർമേഷൻസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, എങ്ങനെയാണ് ക്യാപിറ്റൽ കണ്ടെത്തേണ്ടതെന്നുള്ളത്. ഇനി ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടെത്താൻ ഓപ്പണിംഗ് ഡേറ്റിലെ അസറ്റുകളും അതുപോലെ ഓപ്പണിംഗ് ഡേറ്റിലെ ലയബിലിറ്റിയും കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ എല്ലാ അസറ്റുകളും കാണിക്കും. അതായത് കറണ്ട് അസറ്റും ഫിക്സഡ് അസറ്റും എല്ലാം ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡ് കാണിക്കും. ദെൻ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ എല്ലാ ലയബിലിറ്റീസും അതുപോലെ ക്യാപിറ്റലും കാണിക്കും. ഇനി ക്വസ്റ്റ്യനിൽ നമുക്ക് ക്യാപിറ്റലാണ് കണ്ടെത്തേണ്ടത്. ക്യാപിറ്റൽ കണ്ടെത്തണമെങ്കിൽ സ്വാഭാവികമായിട്ടും ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ കാണിച്ചിട്ടുണ്ടാവില്ല. നമ്മുടെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കണം. അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, രണ്ട് സൈഡും ഈക്വൽ ആവണം എന്നുള്ളത്. ഇനി ക്യാപിറ്റൽ കണ്ടെത്തുന്ന സമയത്ത് ക്യാപിറ്റലിൻ്റെ എമൗണ്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവില്ല. അത് കാരണം ബാലൻസ് ഷീറ്റ് ടോട്ടൽ ഈക്വൽ ആയിരിക്കില്ല. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുള്ള അസറ്റുകളെല്ലാം അസറ്റ് സൈഡിൽ കാണിക്കുക, ലയബിലിറ്റീസ് എല്ലാം ലയബിലിറ്റി സൈഡിൽ കാണിക്കുക. ദെൻ അതിൻ്റെ ഡിഫറൻസ് വരുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ. ആ ബാലൻസിങ് ഫിഗറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് അല്ല. അതിന് മുന്നേ നമ്മൾ ക്യാപിറ്റൽ കണ്ടെത്തുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ജസ്റ്റ് ലൈക്ക് എ ബാലൻസ് ഷീറ്റ്. ഒരു ബാലൻസ് ഷീറ്റ് എങ്ങനെയാണോ അതുപോലെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. എന്നാൽ അതിനെ നമ്മൾ ഒരിക്കലും ഒരു
ബാലൻസ് ഷീറ്റായിട്ട് കണക്കാക്കാറില്ല. ഇതിലുള്ള എമൗണ്ടുകളെല്ലാം എന്താണ്, എക്സാക്റ്റ് ഫിഗേഴ്സ് അല്ല. നമ്മൾ ബാലൻസ് ഷീറ്റിൽ പ്രിപ്പയർ ചെയ്യുക കറക്റ്റ് ലെഡ്ജർ അക്കൗണ്ടിൽ നിന്ന് എടുത്തിട്ടുള്ള ഫിഗറുകൾ വെച്ചിട്ടാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. എന്നാൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ നമ്മൾ കാണിക്കുന്നത് ഇൻഎക്സാക്റ്റ് ഫിഗേഴ്സ് ആയിരിക്കും. അതുകൊണ്ടാണ് അത് ഒരിക്കലും ഒരു ബാലൻസ് ഷീറ്റായിട്ട് കണക്കാക്കാത്തത്. ഇനി ആദ്യം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഫോർമാറ്റ് എന്താണെന്ന് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൻ്റെ ഫോർമാറ്റ് ബാലൻസ് ഷീറ്റ് വരയ്ക്കുന്ന പോലെ തന്നെ നമ്മൾ വരയ്ക്കും. അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും. ദെൻ അസറ്റ് സൈഡിൽ കാണിക്കും നമ്മൾ ഫസ്റ്റ് ഫിക്സഡ് അസറ്റ്, ദെൻ താഴെ കറൻറ്റ് അസറ്റ് കാണിക്കും. ലയബിലിറ്റി സൈഡിൽ ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ലോണ്, ഇതുപോലെയുള്ള ലയബിലിറ്റീസ് എല്ലാം നമ്മൾ കാണിക്കും. ദെൻ ടോട്ടൽ ചെയ്യും. ടോട്ടൽ ചെയ്യുമ്പോൾ അസറ്റ് സൈഡാണ് കൂടുതൽ. ആ അസറ്റ് സൈഡിൽ ടോട്ടൽ ലയബിലിറ്റി സൈഡിലും കാണിക്കും. ലയബിലിറ്റി സൈഡിൽ കാണിച്ചതിന് ശേഷം അസറ്റ് സൈഡിലെ ടോട്ടലിൽ നിന്നും ലയബിലിറ്റി സൈഡിൽ തന്നിട്ടുള്ള എമൗണ്ടുകൾ മൈനസ് ചെയ്യും. ആ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ടിനെ നമ്മൾ പറയുന്ന പേരാണ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ അതായത് ബാലൻസിങ് ഫിഗറാണ് ക്യാപിറ്റൽ. ഇങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രകാരം ക്യാപിറ്റൽ കണക്കാക്കുക. അത് ഓപ്പണിംഗ് ക്യാപിറ്റലാണെങ്കിൽ ഓപ്പണിംഗ് ഡേറ്റിലെ അസറ്റും ലയബിലിറ്റിയും ഉപയോഗിച്ച് നമ്മൾ കണ്ടെത്തും. ഇനി ക്ലോസിംഗ് ക്യാപിറ്റലാണ് കണ്ടെത്തേണ്ടതെങ്കിൽ ക്ലോസിംഗ് ഡേറ്റിലെ അസറ്റും ലയബിലിറ്റി ഉപയോഗിച്ചിട്ട് കണ്ടെത്തും. ഇത്രയാണ് അതിൻ്റെ ഫോർമാറ്റ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ക്യാപിറ്റൽ കണ്ടെത്തേണ്ടി വരും. ആ ക്യാപിറ്റൽ കണ്ടെത്തിയതിന് ശേഷമാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് കണ്ടെത്തുക. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഫോർമാറ്റ് പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ആദ്യം കാണിക്കും ക്യാപിറ്റൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ. ക്യാപിറ്റൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ എമൗണ്ട് ഫസ്റ്റ് എമൗണ്ട് കോളത്തിൽ കാണിക്കാം. ദെൻ അതിനോടുകൂടി ആഡ് ഡ്രോയിങ്സ് ഡ്യൂറിങ് ദ ഇയർ, ആ വർഷത്തെ ഡ്രോയിങ്സ് ആഡ് ചെയ്യാം. ലെസ് അഡീഷണൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റർ, അഡീഷണൽ ക്യാപിറ്റൽ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ അഡീഷണൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തത് മൈനസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ലെസ് ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ്, മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് പ്രോഫിറ്റ് ഓർ ലോസ് ആയിരിക്കും. പ്രോഫിറ്റ് ആയിരിക്കുന്നത് ഈഫ് ക്ലോസിംഗ് ക്യാപിറ്റൽ ഈസ് മോർ ദാൻ ഓപ്പണിംഗ് ക്യാപിറ്റൽ. ക്ലോസിംഗ് ക്യാപിറ്റൽ കൂടുതലും ഓപ്പണിംഗ് ക്യാപിറ്റൽ കുറവും ആണെങ്കിൽ മാത്രമാണ് പ്രോഫിറ്റ്. ദെൻ നേരെ റിവേഴ്സ് ആണെങ്കിൽ ലോസ് ആയിരിക്കും. അതായത് ക്ലോസിംഗ് ക്യാപിറ്റൽ കുറവും ഓപ്പണിംഗ് ക്യാപിറ്റൽ കൂടുതലാണെങ്കിൽ കിട്ടുന്ന റിസൾട്ട് ലോസ് ആയിരിക്കും. ഇനി പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ ഏത് കൂടുതലായിരിക്കണം? ക്ലോസിംഗ് ക്യാപിറ്റൽ കൂടുതലായിരിക്കണം. എന്നാൽ മാത്രമാണ് ബിസിനസ്സിന് പ്രോഫിറ്റ് ഉണ്ടായിരിക്കുന്നത്. If capital at the end of the year exceeds the capital in the beginning, we can say that there has been a profit. അതായത് ക്ലോസിംഗ് ക്യാപിറ്റൽ കൂടുതലും ഓപ്പണിംഗ് ക്യാപിറ്റൽ കുറവാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് പ്രോഫിറ്റ്. ദെൻ ഇഫ് ഓൺ ദി അതർ ഹാൻഡ് ദ ക്യാപിറ്റൽ ഇൻ ദ ബിഗിനിങ് ഈസ് മോർ ദാൻ that at the end there has been a loss. ഇനി നേരെ റിവേഴ്സ് ആണെങ്കിൽ, അതായത് ഓപ്പണിംഗ് ക്യാപിറ്റൽ കൂടുതലും ക്ലോസിംഗ് ക്യാപിറ്റൽ കുറവാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ലോസ്. ഇങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് പ്രകാരം പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടെത്തുന്നത്. ഫോർമാറ്റ് നോക്കി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതി വയ്ക്കാം. Next topic, difference between statement of affairs and balance sheet. What are the difference between statement of affairs and balance sheet? First column, basis of difference. Second column, statement of affairs. Third column, balance sheet. Then basis of difference, first one, reliability.
സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പറയുന്നത് സിൻസ് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് മച്ച് റിലയബിൾ. അതായത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രിപ്പയർ ചെയ്യുന്നത് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് വെച്ചിട്ടാണ്. ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിന് ഡാറ്റാസ് ഉപയോഗിച്ചിട്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് അതൊരിക്കലും റിലയബിൾ ആയിരിക്കില്ല. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഒരിക്കലും റിലയബിൾ ആയിരിക്കില്ല. എന്നാൽ ബാലൻസ് ഷീറ്റ് പറയുന്നത് ആസ് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫ്രം ഡബിൾ എൻട്രി റെക്കോർഡ്സ് ഇറ്റ് ഈസ് റിലയബിൾ. എന്നാൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഡബിൾ എൻട്രി റെക്കോർഡ്സ് ഉപയോഗിച്ചിട്ടാണ്. അതായത് ലെഡ്ജർ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്ത കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് ബാലൻസ് ഷീറ്റ് റിലയബിൾ ആയിരിക്കും. റിലയബിൾ മീൻസ് വിശ്വാസയോഗ്യമായിരിക്കും. സെക്കൻഡ് ഡിഫറൻസ് ആണ് ഒബ്ജക്റ്റീവ്സ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പറയുന്നത് ഇറ്റ് ഈസ് ടു എസ്റ്റിമേറ്റ് ദ ബാലൻസ് ഇൻ ക്യാപിറ്റൽ എമൗണ്ട് ആസ് ഓൺ എ പെർട്ടിക്കുലർ ഡേറ്റ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത് ക്യാപിറ്റലിൻ്റെ ബാലൻസ് കണ്ടെത്തണം. അതായത് ഒരു പെർട്ടിക്കുലർ ഡേറ്റിലെ ക്യാപിറ്റൽ ബാലൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓപ്പണിംഗ് ഡേറ്റിലെ അല്ലെങ്കിൽ ക്ലോസിംഗ് ഡേറ്റിലെ ക്യാപിറ്റൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. എന്നാൽ ബാലൻസ് ഷീറ്റ് പറയുന്നത് ഇറ്റ് ഈസ് ടു ബി ഷോ ദ കറക്റ്റ് ഫിനാൻഷ്യൽ പൊസിഷൻ ആസ് ഓൺ എ പെർട്ടിക്കുലർ ഡേറ്റ്. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ഡേറ്റിലെ കറക്റ്റ് ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണോ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തത്. ഒരു ബിസിനസ്സിൻ്റെ കറക്റ്റ് ഫിനാൻഷ്യൽ പൊസിഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തത്. തേർഡ് പോയിന്റ് ഓഫ് ഡിഫറൻസ് ഒമിഷൻ. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ ഒമിഷൻ മെയ്ഡ് വൈൽ എൻറ്ററിങ് അസറ്റ്സ് ഓർ ലയബിലിറ്റീസ് കനോട്ട് ബി ലൊക്കേറ്റഡ് ഈസിലി. അതായത് ഒമിഷൻ മീൻസ് എന്താണ്? നമ്മൾ രേഖപ്പെടുത്താൻ വിട്ടുപോകുക. അതിനെ പറയുന്ന പേരാണ് ഒമിഷൻ. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ ഏതെങ്കിലും ഒരു ഐറ്റം രേഖപ്പെടുത്താൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഇന്ന ഐറ്റം നമ്മൾ വിട്ടുപോയിട്ടുണ്ട് എന്നുള്ളത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. എന്നാൽ ഇൻ ബാലൻസ് ഷീറ്റ് ഒമിഷൻ ഇഫ് എനി ക്യാൻ ബി ട്രേസ്ഡ് ഈസിലി ഫ്രം അക്കൗണ്ടിങ് റെക്കോർഡ്സ്. എന്നാൽ ബാലൻസ് ഷീറ്റിൻ്റെ കേസിലാണെങ്കിൽ ഏതെങ്കിലും ഒരു ഐറ്റം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ദീസ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആൻഡ് ബാലൻസ് ഷീറ്റ്. I conclude my class. In this class, we discussed about ascertainment of profit or loss. Mainly, there are two methods are used to ascertain profit or loss. They are statement of affairs or capital comparison method. Second one, conversion method. Then, we discussed about difference between statement of affairs and balance sheet. What are the differences? First പറഞ്ഞിട്ടുള്ളത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ലെസ് റിലയബിൾ, എന്നാൽ ബാലൻസ് ഷീറ്റ് ഈസ് മോർ റിലയബിൾ. ദെൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത് ക്യാപിറ്റൽ കണ്ടെത്താനാണ്, എന്നാൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് പെർട്ടിക്കുലർ ഡേറ്റിലെ ഫിനാൻഷ്യൽ പൊസിഷൻ ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. ദെൻ പിന്നെ നമ്മൾ പറഞ്ഞു ഒമിഷൻ നോട്ട് ഈസിലി ലൊക്കേറ്റഡ് ഇൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ ഒമിഷനൊന്നും പെട്ടെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, എന്നാൽ ഒമിഷൻ ക്യാൻ ബി ട്രേസ്ഡ് ഈസിലി ഇൻ ബാലൻസ് ഷീറ്റ്. ഒമിഷൻ ബാലൻസ് ഷീറ്റ് നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും.